നമുക്കിനി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ അന്ന് പിടിച്ചത് 4,15,089 വോട്ട്, 39%, 39.83%. രാജാജി മാത്യു തോമസ് അന്ന് CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. 3,21,456 വോട്ടുകൾ, 30.85% വോട്ടുകൾ പിടിച്ചു. സുരേഷ് ഗോപി അന്ന് പിടിച്ചത് 2,93,822, 28.19% വോട്ടുകളാണ്. ഇത്തവണ കടുത്ത ത്രികോണ പോരാട്ടമാണ്. സുനിൽകുമാർ വന്നതോടെ, മുരളീധരൻ വന്നതോടെ കൂടുതലായി അത്. അപ്പോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? സുരേഷ് ഗോപി ഈ 5 വർഷം അവിടെ ഉണ്ടായിരുന്നു, നാട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് അവിടെ VS സുനിൽകുമാറിന്റെ ഒരു സാന്നിധ്യം. മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, നാട്ടുകാർക്ക് എപ്പോഴും അടുത്ത് ഇടപഴകാൻ പറ്റിയ ഒരാളാണ്. സുരേഷ് ഗോപിയുടെ ഒരു പ്രതാപം താഴോട്ട് പോയോ? ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എങ്ങനെയാണ്? അല്ല, ഇവിടെയും ഈ ശക്തമായ ത്രികോണ മത്സരത്തിൽ വോട്ട് ട്രാൻസ്ഫർ എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. ഇടതുപക്ഷം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് പോലെ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് വോട്ട് എത്ര ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതാണ്. അത് നടക്കുമെന്നുള്ളതാണ്. കാരണം സുരേഷ് ഗോപിക്ക് കോൺഗ്രസ്സുകാരുടെ വോട്ടുകൾ നന്നായിട്ട് ലഭിക്കും, ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ലഭിക്കും. നമുക്കിപ്പോൾ ഇടുക്കി രൂപതയുടെ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം നന്നായിട്ട് സ്വാധീനം ചെലുത്തിയതിൻ്റെ തെളിവുകൾ ഒരുപാടുണ്ട്. ഒരു കിരീടം വെച്ച സംഭാവന ചെയ്ത കാര്യം ഉൾപ്പെടെ, പിന്നെ ഈയിടയ്ക്ക് ക്രൈസ്തവ ഗാനങ്ങളൊക്കെ പാടി അദ്ദേഹവും രാധികയും കൊടുത്തതാണ്. അപ്പം അതെല്ലാം ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ വോട്ടുകളിലേക്ക് 21% ഉള്ള ക്രൈസ്തവ വോട്ടുകളിലേക്ക് കടന്നു കയറാനാണ്. മറുവശത്ത് മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഇവിടെ പ്രശ്നമാകുന്നത്. മുരളീധരൻ എല്ലാവരോടും പറയുന്നത് ഈ BJP 3ാം സ്ഥാനത്താവുന്നതാണ്. പക്ഷേ മുരളീധരൻ്റെ സ്ഥാനം എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ആത്മവിശ്വാസ കുറവല്ലേ മുരളീധരൻ കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മുരളീധരൻ്റെ വോട്ട് ചോരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സുനിൽകുമാറിന് ഗുണം ചെയ്യും. പക്ഷേ സുനിൽകുമാർ വേഴ്സസ് സുരേഷ് ഗോപി എന്നുള്ള നിലയിലേക്ക് വോട്ടുകൾ മാറാൻ വഴിയുണ്ട്. അത് ആ നിലയ്ക്ക് ഒരു ടൈറ്റ് ട്രയാങ്കുലർ ഫൈറ്റ്, ഏറ്റവും നല്ല ട്രയാങ്കുലർ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അപ്പോൾ അത് എന്നെ കുഴപ്പിക്കുന്ന പ്രശ്നം, കോൺഗ്രസ് വോട്ട് ലെഫ്റ്റിലേക്ക് പോകുന്നു, ഇന്ത്യ മുന്നണിയിലാണ്, അതോ സുരേഷ് ഗോപിയെ പോലെ ഒരു സർവ്വസമ്മതനായ വ്യക്തിത്വമുള്ള ജനകീയതയുള്ള ഒരു നേതാവിലേക്ക് കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോകുന്നു. അപ്പോൾ ലെഫ്റ്റ് വേഴ്സസ് BJP എന്നുള്ള നിലയിൽ, CPI വേഴ്സസ് BJP എന്നുള്ള നിലയിലേക്ക് പൊളിറ്റിക്സ് മാറുമ്പോൾ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് വരില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതും പ്രഡിക്റ്റീവ് അല്ല. കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തൃശ്ശൂർ തന്നെയാണ്. ആ പ്രഡിക്ഷൻ്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തൃശ്ശൂർ തന്നെയാണ്. കാരണം ഇവിടെ വോട്ടുകളുടെ കണക്ക് പറഞ്ഞു, ഏതാണ്ട് 4 ലക്ഷം വോട്ടിനപ്പുറം കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയ കഴിഞ്ഞ തവണ. ഇത്തവണ ആ നിലയ്ക്ക് നേടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 പേരും 3 ലക്ഷത്തിനടുത്ത് നിൽക്കാനുള്ള സാധ്യതയാണ്. 3 പേര്. അപ്പോൾ ആ 3 പേരിൽ 3 ലക്ഷത്തിനടുത്ത് വരുമ്പോൾ, അപ്പോൾ എല്ലാവരും 36, 34, 32 അങ്ങനെയുള്ളൊരു ട്രയാങ്കുലറാണ് വരുമ്പോഴാണ് ഈ പ്രഡിക്ഷൻ വിഷമമാകുന്നത്. അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ രംഗം വ്യക്തമാവുള്ളൂ. എന്നാലും ടൈറ്റായിട്ടൊരു മൾട്ടി കോർണേഡ് ഫൈറ്റാണ്. അതിനകത്ത് പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയാണ് നടത്തുന്നത്. പക്ഷെ BJP കഴിഞ്ഞ തവണത്തേക്കാൾ 1 ലക്ഷം വോട്ടുകൾക്കപ്പുറം പിടിക്കാമെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യും. പക്ഷേ മറുവശത്ത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ സുനിൽകുമാറിലേക്ക് വോട്ട് ട്രാൻസ്ഫർ സംഭവിച്ചാൽ സുനിൽകുമാറിന് വിജയം കിട്ടും. പക്ഷേ ഇവിടെയൊക്കെ പ്രതിരോധത്തിലാവുന്ന UDF കാൻഡിഡേറ്റാണ്. അപ്പോൾ തൃശ്ശൂരിൽ UDFൻ്റെ സാധ്യത മങ്ങുന്ന ഒരു പശ്ചാത്തലമാണ്. അതേതാണ്ട് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യമാണ്. മുരളിയുടെ വിജയത്തിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടാകുന്നുണ്ട്. കാരണം ബാക്കി 2 പേരും, കാരണം സുനിൽകുമാറിനെ കുറിച്ച് വളരെ ജനകീയ സ്വാധീനമുള്ളൊരു നേതാവാണെന്ന് പൊതുവെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയെ അപേക്ഷിച്ച് CPI പ്രസന്റ് ചെയ്ത കാൻഡിഡേറ്റ് ദ ബെസ്റ്റ് എന്ന് അവർക്ക് പറയാൻ പറ്റുന്നൊരു കാൻഡിഡേറ്റാണ്. അതുപോലെ മറുവശത്ത് BJP എത്രയോ 5 വർഷമായിട്ട് നിരന്തരമായിട്ട് അവിടെ സെർവ് ചെയ്യുന്നൊരു ലീഡറാണ്. രാജ്യസഭാ മെമ്പർ എന്നുള്ള തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെല്ലാം. മാത്രമല്ല ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം, ഈ ഫാക്ടേഴ്സ് എല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് നല്ലൊരു മൾട്ടി കോർണേഡാണ്. ആ ട്രയാങ്കുലറിനകത്ത് മുരളി വല്ലാണ്ട് താഴേക്ക് പോകുമ്പോൾ ആ വോട്ട് എങ്ങോട്ട് പോകുന്നതാണ്. പക്ഷെ അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതിയാണ്. അത് ഭയങ്കരമായിട്ട് തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. മോദി വീണ്ടും അവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ കരുവന്നൂരിൽ ഇപ്പോൾ ED വന്നിട്ടുണ്ട്, മറ്റ് ബാങ്കുകളിലേക്കും ED അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. ഇത് ആർക്ക് ഗുണം ചെയ്യും? ഇത് തീർച്ചയായിട്ടും BJPക്കാണ് ഗുണം ചെയ്യുന്നത്. കാരണം മോദി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ലക്ഷ്യമിടുന്നത് എന്താണ്? 1, ഭരണവിരുദ്ധ വികാരം ചൂണ്ടിക്കാണിക്കണം. 2, BJPയുടെ പ്രസ്റ്റീജിയസ് കാൻഡിഡേറ്റ്, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആവാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ്. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വരുന്നത് 3ാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക്.
അത് തന്നെ കാണിക്കുന്നത് എത്രത്തോളം പ്രാധാന്യം ഈ മണ്ഡലത്തിന് BJPയും പ്രധാനമന്ത്രിയും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കരുവന്നൂരിലെ അഴിമതി ആരോപണം അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ വഷളാക്കുന്ന ഒരു സാഹചര്യമാണ്. ഭരണവികാരത്തിൻ്റെ വിരുദ്ധ വികാരത്തിൻ്റെ കൂട്ടത്തിൽ ഇതും ഗണിക്കപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ആ നിലയ്ക്ക് കിട്ടേണ്ടത് UDF-നാണെങ്കിലും പ്രധാനമന്ത്രിയും സുരേഷ് ഗോപിയും രണ്ടുപേരും ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് മുരളീധരൻ എത്രത്തോളം ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ലെഫ്റ്റിനെതിരെയുള്ള ഏറ്റവും വലിയ ഫാക്ടർ കാൻഡിഡേറ്റ് അല്ല, കരുവന്നൂർ തന്നെയാണ്. തൃശ്ശൂരിലെ പ്രാദേശിക പ്രശ്നം കരുവന്നൂറാണ്. കേരളത്തിലെയും പ്രശ്നമാണ്. സഹകരണ സ്ഥാപനങ്ങൾക്കകത്തുള്ള അഴിമതിയെക്കുറിച്ച് കേരളത്തിൽ പൊതുവെ തന്നെ ആക്ഷേപമുണ്ട്. കരുവന്നൂർ വീണ്ടും ചൂണ്ടിക്കാണിക്കപ്പെടും. അപ്പോൾ അത് വീണ്ടും കൂടുതൽ ആവേശത്തോടു കൂടി പ്രസംഗിക്കാൻ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിക്കാണ് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ വഴി. പക്ഷെ അവിടുത്തെ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം LDF-ന് അനുകൂലമായ മണ്ഡലമാണ്. കൃത്യമായിട്ട് അവിടെ തൃശ്ശൂരിൽ മാത്രമാണ് ഒരു 946 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം. ബാക്കി എല്ലാ മണ്ഡലത്തിലും 18,000, 29,000, 21,000, 27,000. പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക, തൃശ്ശൂർ, ഒല്ലൂർ, മണലൂർ, ഗുരുവായൂർ ഇത്രയും മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നത്. ഇവിടേക്ക് ഇടതുപക്ഷത്തിന് ഭയങ്കരമായിട്ടുള്ള ആധിപത്യമുണ്ട്. അപ്പോൾ ഇടതുപക്ഷം ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ അവിടെ സുനിൽകുമാറിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്നും ഒറ്റക്കെട്ട് തന്നെയാണ്. അത് വോട്ട് ട്രാൻസ്ഫർ പാർട്ടികളുടെ കേഡേഴ്സിനടുത്ത് മുകളിൽ നിന്നുള്ള സിഗ്നൽസ് കൊടുക്കുമ്പോൾ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. ഇടതുപക്ഷ അനുഭാവികളായിരിക്കില്ല വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പക്ഷേ ഇടതുപക്ഷ കേഡേഴ്സാണ് ചെയ്യുന്നത്. അപ്പോഴും മുകളിൽ നിന്ന് ഒരു സിഗ്നൽ ഇല്ലാതെ ചെയ്യത്തില്ല. ആ നിലയ്ക്ക് സംഭവം കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരാക്ഷേപവും പറയാനുമില്ല. പക്ഷേ ഇവിടെ കരുവന്നൂർ ഒരു വലിയൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രാദേശിക തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അതുപോലെ ആവർത്തിക്കത്തില്ല. കാരണം തിരുവനന്തപുരത്തും തൃശ്ശൂരിലും കേരളത്തിൽ തന്നെ പൊതുവിലും നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, മലയാളികൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും വ്യത്യസ്തമായി കാണാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലും അതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം നമുക്കിത് കാണാവുന്ന കാര്യമാണ്. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പിലെ പ്രസക്തി അതിൻ്റെ അജണ്ട എന്ന് പറയുന്നത് നാഷണൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനുവേണ്ടി സംഭാവന ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്കാണ് വോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ ആ ഗവൺമെൻറ് എതിരായിട്ടുള്ള ആശയമാണ്. അപ്പോൾ അസംബ്ലിയിലെ വോട്ട് കണക്കുകൾക്കൊക്കെ ഒരു പ്രസക്തിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ല. വളരെ ശക്തമായ വേരോട്ടമുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂരിൽ ഉള്ളതെങ്കിൽ പോലും അത് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി അതിൻ്റെ പ്രസക്തി അങ്ങ് മാറി. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം മറ്റൊന്നാണ്. അപ്പോൾ പാർലമെൻറ്റിലെ പൊളിറ്റിക്സ് വരുമ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ലെഫ്റ്റിന് സെൻട്രൽ ഗവൺമെൻറ്റിൽ എന്ത് റോളാണ് ഉള്ളത്? അപ്പോൾ ആ നിലയ്ക്ക് UDF വേഴ്സസ് കോൺഗ്രസ് അല്ലേ? അപ്പോൾ ഇതാണ് വീണ്ടും ഞാൻ ഈ ഫാക്ടേഴ്സ് എല്ലാം കൊണ്ടാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ടൈറ്റ് മൾട്ടി കോർണേഡ് കോൺടെസ്റ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ ആരും പുറകോട്ട് പോകത്തില്ല. സുനിൽകുമാർ വളരെ പ്രസന്റബിൾ കാൻഡിഡേറ്റ് ആണ്. CPIയുടെ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ദുർബലത എന്താണ്? കരുവന്നൂറും ഭരണവിരുദ്ധ വികാരവും. UDF-ന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൈനോറിറ്റി വോട്ട്സിനെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്രസക്തിയും ആൻറ്റി LDF വോട്ടുകളെ സമാഹരിക്കാനുള്ള കഴിവും ഒക്കെയാണ്. മുരളീധരൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അവിടെ എടുത്തു പറയാൻ നമുക്ക് അധികം കഴിയുന്നില്ല. കാരണം അദ്ദേഹം ഈ മണ്ഡലത്തിൽ തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. കരുണാകരൻ ഈ മണ്ഡലത്തിൽ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ പലരെയും മാറി മാറി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുരളീധരൻ ആ നിലയ്ക്ക് ഒരു വലിയൊരു ജനകീയത പറയാനില്ല. അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആൻറ്റി LDF വോട്ട്സുകളെ മൊബിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. അതിൽ അദ്ദേഹം വലിയ താല്പര്യം ഈ ക്യാമ്പയിനിൽ കാണിക്കുന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻറ്റി LDF വോട്ട്സുകൾ കോൺഗ്രസിൽ വീഴുമോ? BJPക്ക് പോകും. അപ്പോൾ BJPയിലേക്ക് ചെല്ലുമ്പോൾ BJPക്കെതിരെ കേരളത്തിൽ പൊതുവിലുള്ള ആക്ഷേപം ഹിന്ദു കമ്മ്യൂണൽ പാർട്ടി എന്നുള്ളതാണ്. പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വളരെ പോപ്പുലറായ ഒരു സിനിമാ നടനെ, കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു നടനെ അവിടെ വീണ്ടും നിർത്തുന്നു. അദ്ദേഹം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കാര്യമായ വോട്ടുകൾ സ്വാധീനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സും അനുകൂലവും പ്രതികൂലവുമായിട്ട് വരുമ്പോൾ അവിടെയാണ് ആ പ്രൊഡിക്ഷൻ വളരെ വളരെ ഡിഫിക്കൽട്ട് ആവുന്നത്. സാധാരണഗതിയിൽ ഇത് ഒരു UDF മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയാമെങ്കിലും പലപ്പോഴും CPI ജയിച്ചിട്ടില്ലേ ഇവിടെ? V. രാഘവൻ എത്ര പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്, കരുണാകരനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇതേ മണ്ഡലം PC ചക്ക ജയിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ വന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. എല്ലാ പാർട്ടികൾക്കും ശക്തമായ മെഷീനറി ഉള്ളൊരു മണ്ഡലമാണ്. BJPക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ സ്വാധീനം പാർലമെന്റിലുണ്ട്. അതിന്റെ കാരണം സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെയാണ്.